ഗുഡ് മോർണിംഗ് കുട്ടികളെ. ആരാണത്? ഹലോ, എന്നെ ഓർമ്മയില്ലേ? ഇന്നലെ നമ്മൾ പള്ളിയിൽ വെച്ച് കണ്ട ആ അങ്കിളില്ലേ, ആ അങ്കിളിന്റെ ശബ്ദം പോലെ. ഓ, അത് എല്ലാവർക്കും മിഠായി കൊടുത്തുകൊണ്ടിരുന്ന അങ്കിളാണോ? അതേ കുട്ടികളെ, ഞാൻ നിങ്ങളുടെ അയൽക്കാരനായി വന്നിരിക്കുകയാണ്. എന്തു പറ്റി? നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നല്ലോ. അതെ അങ്കിൾ, ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരാഴ്ചയായി നല്ല പനിയാണ്. അങ്കിൾ ഇന്നലെ രാത്രി പെട്ടെന്ന് പനി കൂടി. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നലെ എന്റെ ആന്റി ഇവിടെ ഉണ്ടായിരുന്നു. ആന്റി ഇന്നലെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഡോക്ടർ പറയുന്നത് രോഗം എന്താണെന്ന് മനസ്സിലായില്ലെന്നാണ്. എനിക്ക് പേടിയാ അമ്മ മരിച്ചു പോകുമോ എന്ന്. അങ്ങനെയൊന്നും പറയലേ ജിം. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും എന്നല്ലേ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. പക്ഷേ അങ്കിൾ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്തതുപോലെ. അങ്ങനെ ഒരാളുടെ പ്രാർത്ഥന ദൈവം എങ്ങനെ കേൾക്കാനാ? മോനെ, വലിയ പാപികളെ പോലും സ്നേഹിക്കുന്നവനാണ് ദൈവം. ഈശോയെ അറിയില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞവനാണ് വിശുദ്ധ പത്രോസ്. എന്നിട്ടും സഭയുടെ തലവനായി ആ പത്രോസിനെ അല്ലേ നിയമിച്ചത്? അങ്കിൾ, സത്യമാണോ? തീർച്ചയായും. നിങ്ങൾക്ക് ആ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടോ? അതെ അങ്കിൾ, ആ കഥയൊന്ന് പറഞ്ഞു തരുമോ അങ്കിൾ? നിങ്ങളുടെ ഈ ചിരിക്കുന്ന മുഖം കാണാനാണ് എനിക്കിഷ്ടം. പിന്നൊരു കാര്യം, ബൈബിളിൽ പറയുന്നത് പോലെ ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അമ്മയ്ക്ക് വളരെ വേഗം സുഖമാകും. വരൂ, നമുക്ക് അവിടെ പോയിരുന്ന് വിശുദ്ധ പത്രോസിന്റെ കഥ കേൾക്കാം. വിശുദ്ധ പത്രോസിന്റെ ആദ്യത്തെ പേരായിരുന്നു ശിമയോൻ. ബെത്സേദയിൽ താമസിച്ചിരുന്ന ജോനായുടെ മകനായിരുന്നു ശിമയോൻ. അന്ത്രയോസ് എന്നൊരു സഹോദരനും ശിമയോൻ ഉണ്ടായിരുന്നു. ശിമയോനും അന്ത്രയോസും വളർന്നപ്പോൾ പിതാവിനെ പോലെ അവരും മീൻപിടുത്തക്കാരായി. ഒരു ദിവസം ഈശോ തന്റെ അനുയായികളോടൊപ്പം കടൽക്കരയിലേക്ക് വന്നു. പത്രോസിന്റെ വള്ളം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഈശോ അതിൽ കയറി ഇരുന്നിട്ട് പത്രോസിനെ നോക്കി വിളിച്ചു. എന്റെ കൂട്ടുകാരാ, നിനക്ക് സുഖം തന്നെയല്ലേ? ആരാണത്? ഈശോയെ കണ്ടപ്പോൾ പത്രോസിന്റെ ഹൃദയം സമാധാനവും ആനന്ദവും കൊണ്ട് നിറഞ്ഞു. സഹോദരൻ അന്ത്രയോസ് ഒരിക്കൽ ഈശോയെ കാണാൻ അവനെയും കൂട്ടി പോയ കാര്യം പത്രോസ് ഓർമ്മിച്ചു. അന്നും ഈശോയുടെ അടുത്തായിരുന്നപ്പോൾ ഇതുപോലെ തന്നെ അനുഭവപ്പെട്ടു. ഒരു ദിവസം പത്രോസ് വീടിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അന്ത്രയോസ് അവന്റെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, ശിമയോൻ, ഞങ്ങൾ മിശിഹായെ കണ്ടു. വേഗം വാ, ഞാൻ നിനക്കവനെ കാണിച്ചു തരാം. എന്ത്? മിശിഹായെ കണ്ടെന്നോ? അന്ത്രയോസ് ശിമയോനെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈശോ, ഇതാണെന്റെ സഹോദരൻ ശിമയോൻ. ജോനായുടെ പുത്രനായ സൈമൺ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. നീ ഇന്നു മുതൽ കേപ്പ എന്ന് വിളിക്കപ്പെടും. കേപ്പ അല്ലെങ്കിൽ പത്രോസ്, എന്നാൽ പാറ എന്നർത്ഥം. പക്ഷെ അങ്കിൾ പറഞ്ഞത് പത്രോസിന് ഉറച്ചു വിശ്വാസമില്ലായിരുന്നു എന്നല്ലേ? എന്നെപ്പോലെ. കുഞ്ഞുങ്ങളെ, ദൈവം നമ്മുടെ ഹൃദയമാണ് കാണുന്നത്. ദൈവം പാപത്തെ വെറുക്കുമ്പോഴും പാപികളെ സ്നേഹിക്കുന്നു. ഞാൻ ബാക്കി കൂടി പറയട്ടെ? ശരി അങ്കിൾ, ബാക്കി കൂടി പറയൂ. അന്ന് ഈശോ പത്രോസിന്റെ വള്ളത്തിൽ നിന്ന് കടൽ തീരത്ത് കൂടിയവരോട് സംസാരിക്കുകയായിരുന്നു. അവസാനം സംസാരം നിർത്തി ആൾക്കാർ പിരിഞ്ഞു പോയപ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞു, നിന്റെ ഈ വള്ളം എനിക്ക് ഉപകാരമായി. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. രാത്രിയിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ലേ? ഒന്നും കാണുന്നില്ലല്ലോ വള്ളത്തിൽ. അതേ ഗുരു, ഇപ്പോൾ ഇവിടെ മോശം സമയമാണ്. ഓ, അതും മോശം. എന്നാൽ നമുക്കൊന്നുകൂടി പോയാലോ മീൻ പിടിക്കാൻ? ആഴം കൂടിയ ഭാഗത്ത് നമുക്ക് വലയിട്ട് നോക്കാം. ഗുരു, ഇന്നലെ മുഴുവൻ ഞങ്ങൾ ശ്രമിച്ചതാ, എന്നാൽ ഒന്നും തന്നെ കിട്ടിയില്ല. എന്തായാലും അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി ശ്രമിക്കാം. പത്രോസ് പരിചയസമ്പന്നനായ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. ഈശോയ്ക്ക് മീൻപിടുത്തത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പത്രോസിന് അറിയുകയും ചെയ്യാം. എന്നാലും ഈശോയെ അനുസരിക്കാൻ എന്തോ ഒന്ന് പത്രോസിനെ പ്രേരിപ്പിച്ചു. അവർ വല ഉയർത്തിയപ്പോൾ വല കീറിപ്പോകത്തക്ക നിലയിൽ മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പത്രോസും അന്ത്രയോസും മറ്റു വള്ളങ്ങളിലുണ്ടായിരുന്ന കൂട്ടുകാരെ സഹായത്തിന് വിളിച്ചു.
എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അതെ, എനിക്കും വിശ്വസിക്കാനാവുന്നില്ല. 2 വള്ളങ്ങളും വലയിൽ കുടുങ്ങിയ മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞു. പത്രോസ് മറ്റൊരു വള്ളം കൂടി സഹായത്തിന് വിളിച്ചു. കൂട്ടുകാരെ, ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ദൈവമേ, ഇതുപോലൊരു മീൻപിടുത്തം ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഇങ്ങനെയൊന്നും ഞാനും കണ്ടിട്ടില്ല. അതെ, ഇത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അവർക്ക് കിട്ടിയ മീനിന്റെ ആധിക്യം കൊണ്ട് പത്രോസും അന്ത്രയോസും അവരുടെ കൂട്ടുകാർ ജെയിംസും ജോണും തികച്ചും അത്ഭുതപ്പെട്ടു പോയി. കരയിലെത്തിയപ്പോൾ പത്രോസ് ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി തന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചു. ഓ നാഥാ, അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോയാലും അങ്ങയുടെ കൂടിയിരിക്കാൻ ഈ പാപിയായി എനിക്ക് അർഹതയില്ല. പത്രോസേ, നീ ഭയപ്പെടേണ്ട. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. എന്ത്? വരൂ, എൻ്റെ പിന്നാലെ വരിക. അന്നു മുതൽ പത്രോസ്, അന്ത്രയോസ്, ജോൺ, ജെയിംസ് എന്നിവരെല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ ശിഷ്യന്മാരായി. ഈശോയോടുകൂടി അവർ എല്ലായിടത്തും സഞ്ചരിച്ചു. എഴുന്നേൽക്കൂ. ഈശോ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി നടന്നു. രോഗികളെ സുഖപ്പെടുത്തി. ഇതെല്ലാം കണ്ട് പത്രോസ് അത്ഭുതപ്പെട്ടു. ഈശോയോടൊപ്പം ആയിരുന്നെങ്കിലും ചുറ്റും നടന്ന പലതും, പ്രത്യേകിച്ച് കഷ്ടപ്പാടുകൾ, പത്രോസിനെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു. പത്രോസിന്റെ വിശ്വാസം ഉറച്ചതായിരുന്നില്ല. എന്നാലും ഈശോ അവനെ അത്രയധികമായി സ്നേഹിച്ചു. ഒരു ദിവസം യേശു പറഞ്ഞു, എനിക്ക് തനിയെ പ്രാർത്ഥിക്കണം, നിങ്ങൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളൂ. അതനുസരിച്ച് പത്രോസും കൂട്ടുകാരും വള്ളമിറക്കി അക്കരയ്ക്ക് തുഴഞ്ഞു. അവർ കടലിലായിരുന്നപ്പോൾ ഭയങ്കരമായി കാറ്റടിക്കാൻ തുടങ്ങി. അവർ ആകെ ഭയന്നുപോയി. വള്ളം എപ്പോൾ വേണമെങ്കിലും മുങ്ങിപ്പോകും എന്ന അവസ്ഥയായി. അയ്യോ, അതൊരു കൊടുങ്കാറ്റാണ്. അയ്യോ, സഹായിക്കണേ, വള്ളം മുങ്ങുന്നേ. പെട്ടെന്ന് കുറച്ചകരെയായി കടലിൽ ആരോ നിൽക്കുന്നതായി അവർക്ക് തോന്നി. അയ്യോ, അത് പ്രേതമാണ്. ശരിയാണ്, അത് പ്രേതം തന്നെ. നമ്മൾ നശിച്ചു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. അത് നമ്മുടെ ഗുരുവിന്റെ ശബ്ദമല്ലേ? ഈ കടലിലോ? അത് ഗുരുവായിരിക്കില്ല. ഗുരു, യഥാർത്ഥത്തിൽ ഇത് അങ്ങയാണെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ അങ്ങോട്ട് വരുവാൻ എന്നോട് കൽപ്പിച്ചാലും. പത്രോസേ, അടുത്തേക്ക് വരൂ. അത് ഗുരുവാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകട്ടെ? ശിമയോൻ, ശ്രദ്ധിക്കണേ. അതൊരത്ഭുതമായിരുന്നു. പത്രോസ് വെള്ളത്തിന് മീതെ നടക്കുകയായിരുന്നു. തനിക്കിത് കഴിഞ്ഞെന്ന് പത്രോസിന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നോക്കൂ, ഞാൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് പത്രോസ് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. കാലുകൾ വെള്ളത്തിലേക്ക് താഴ്ന്നു. ഗുരു, എന്നെ രക്ഷിക്കണേ, ഞാൻ മുങ്ങി താഴുന്നേ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഞാൻ മുങ്ങി താഴുന്നേ. അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തിനാണ് പത്രോസേ? ഈശോ പത്രോസിന്റെ കൈപിടിച്ച് അവനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ഈശോയും ശിഷ്യന്മാരും കൂടി കഫർനാമിലേക്ക് പോയി. അതിനുശേഷം ടൈറും സിദോണിലേക്കും, പിന്നീട് കേസറിയ ഫിലിപ്പി പ്രദേശത്തും അവർ ദൈവരാജ്യം പ്രസംഗിച്ചു. അവർ എപ്പോഴും ഈശോയുടെ കൂടെ ആയിരുന്നു. ഈശോയുടെ പ്രസംഗങ്ങൾ കേൾക്കുകയും പ്രവൃത്തികൾ കാണുകയും ചെയ്തു. എന്നാലും ഈശോ ആരാണെന്ന് അവർക്ക് മനസ്സിലായോ? ജനങ്ങൾ പറയുന്നത് ഞാൻ ആരാണെന്നാണ്. ഈ ചോദ്യത്തിന് അവർ പെട്ടെന്ന് മറുപടി പറഞ്ഞു. ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. ഇത് കേട്ട് യേശു ചിരിച്ചുകൊണ്ട് പത്രോസിനോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാനാണ്. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. ഓ, പത്രോസിന് എത്ര വലിയ അനുഗ്രഹമാണ് കിട്ടിയത്. വെറുതെയല്ല സ്വർഗ കവാടത്തിൽ തന്നെ നിൽക്കുന്നത്. പത്രോസിന് ഈശോയുടെ അനുഗ്രഹം ലഭിച്ചിട്ടല്ലേ? പക്ഷെ നമ്മൾ സ്വർഗത്തിൽ പോകുമോ? തീർച്ചയായും നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകും. മാമോദീസായിലൂടെ നമ്മളെ എല്ലാം ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ നമ്മുടെ ദൈവമാണ്. ഈശോയെ നമ്മൾ അനുസരിച്ചാൽ മാത്രം മതി. കഥയുടെ ബാക്കി നിങ്ങൾക്ക് കേൾക്കണ്ടേ? എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടതായി വരും. അവരെന്നെ വധിക്കും. എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ദൈവം കനിയട്ടെ. കർത്താവെ, ഇതൊരിക്കലും ഗുരുവിന് സംഭവിക്കാതിരിക്കട്ടെ. നിന്റെ മനസ്സിലെ ദുഷ്ടശക്തികളെ മാറ്റി നിർത്തുക. അതെനിക്കൊരു തടസ്സമാവരുത്. കാരണം നിന്റെ മനസ്സ് പാകപ്പെടുത്തിയിരിക്കുന്നത് ദൈവിക കാര്യങ്ങൾക്കല്ല, മറിച്ച് മാനുഷിക കാര്യങ്ങൾക്കാണ്. ഓ, പത്രോസ് എത്ര നല്ലവനാ! എന്നെയാണ് അങ്ങനെ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും ഈശോയുടെ അടുത്തേക്ക് പോകുമായിരുന്നില്ല. ദൈവം സ്നേഹിക്കുന്നവനെ ദൈവത്തിന് വേണ്ടി രൂപപ്പെടുത്തുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. നമ്മുടെ സഹനങ്ങളൊക്കെ അതിന്റെ ഭാഗമാകാം. ഈശോ പറഞ്ഞത് പത്രോസിനെ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടാകും. മക്കളെ, അത് അമ്മയല്ലേ? അതെ അമ്മേ, ഞങ്ങൾ വരുന്നു. വരൂ അങ്കിൾ. അസുഖം കൂടിയെന്ന് തോന്നുന്നു. അമ്മേ, അമ്മയ്ക്ക് സുഖമായോ? അമ്മേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ നന്ദി. നിങ്ങൾ നല്ല കുട്ടികളാ. നോക്കമ്മേ, ഇത് ഫ്രാൻസിസ് അങ്കിൾ, വീടിനടുത്തുള്ള പുതിയ കൂട്ടുകാരൻ. നമസ്കാരം. നമസ്കാരം. അങ്കിൾ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അമ്മ സുഖമാകുമെന്ന്. ജോവാൻ, ആരാ നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത്? അത് ഈ ഫ്രാൻസിസ് അങ്കിൾ ആണമ്മേ. ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ? തീർച്ചയായും. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പത്രോസിന്റെ ഭവനത്തിലെത്തിയപ്പോൾ അമ്മായി അമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ട് അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. ഇതെന്താ സംഭവിച്ചത്? എന്റെ പനി പോയല്ലോ. നല്ല സുഖം തോന്നുന്നു. സത്യമാണോ അമ്മേ? തീർച്ചയായും. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. നന്ദി അങ്കിൾ. ഒത്തിരി നന്ദി അങ്കിൾ. എനിക്കും സന്തോഷമായി. ഇപ്പോൾ എനിക്ക് പോകാൻ സമയമായി. നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ അങ്കിൾ. ഗുഡ് ബൈ അങ്കിൾ. പോയി വരാം കുട്ടികളെ.